പ്രൈസ് ദി ലോർഡ്. ക്രിസ്തയേശുവിന്റെ പരിശുദ്ധ നാമത്തിനു മഹത്വം. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയ സ്നേഹിതരെ, നാം ഈ ലോകത്തിൽ നിന്ന് കേൾക്കുന്ന ചില വാക്കുകൾ, വാചകങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ ഭൗതിക ആത്മീക ഉന്നതിയിലേക്കും, എന്നാൽ പലപ്പോഴും അത് നമ്മുടെ സ്വസ്ഥതയും സന്തോഷവും സമാധാനവും നശിപ്പിച്ച് നമ്മെ മാനസികമായും ആത്മീകമായും തകർത്ത് പരാജയത്തിന്റെയും നിരാശയുടെയും അന്ധകാരത്തിലേക്ക് നയിക്കുകയും ഹാർട്ട് ബ്രോക്കൺ ചെയ്ത് തകർത്ത് കളയുകയും ചെയ്യാറുമുണ്ടല്ലോ. എന്നാൽ ഇതിന് വിപരീതമായി ഒരിക്കൽ ഞങ്ങളുടെ ജീവിതഗതിയെ പൂർണ്ണമായും മാറ്റിമറിച്ചുകൊണ്ട് കർത്താവായ യേശുവിന്റെ ഒരു വാഗ്ദത്ത വചന ശബ്ദം എന്റെ സകല ഭയത്തെയും ആകുല ചിന്തകളെയും ഒപ്പം എന്റെ സാധാരണ വിശ്വാസത്തെയും നീക്കിക്കളഞ്ഞുകൊണ്ട് അസാധാരണ വിശ്വാസമായി എന്റെ ആത്മാവിലേക്ക് ഇറങ്ങി വന്നിരുന്നു. എന്നാൽ അത് ഇന്നിപ്പോൾ വലുതും വിലമതിക്കാനാകാത്തതും ആർക്കും നഷ്ടപ്പെടുത്തുവാൻ കഴിയാത്തതും ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യുവാൻ സാധ്യതയില്ലാത്തതുമായ ഒരു അത്ഭുത സമ്പത്തായി, ഒരിക്കലും വറ്റിപ്പോകാത്ത ഒരു നീരുറവയായി ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. അതെ സ്നേഹിതരെ, സൃഷ്ടാവും പിതാവുമായ ദൈവത്തിങ്കിൽ നിന്നും മനുഷ്യരാൽ അസാധ്യമായ ഒരു വിഷയത്തിന്റെ അത്ഭുത സാധ്യതകളിലേക്ക് ദൈവാത്മാവിനാൽ ബഹുനിശ്ചയത്തോടുകൂടെ ഒരു വ്യക്തിയുടെ ആത്മാവിലൂടെ ഹൃദയത്തിലേക്കും പിന്നെ ശരീരത്തിലേക്കും ഇറങ്ങി വരുന്ന സംശയരഹിതമായ ശബ്ദങ്ങളെ റീമ എന്ന് പറയുന്നു. റീമ എങ്ങനെ നൽകപ്പെടുന്നു എന്ന് ശ്രദ്ധിക്കാം. ഇത് പലപ്പോഴും ദൈവത്തിൽ നിന്ന് ഒരു വ്യക്തിക്കായുള്ള വ്യക്തിപരമായ ദിവ്യ വെളിപ്പെടുത്തലുകളായോ നിർദ്ദേശമായോ ആണ് ലഭിക്കുന്നത്. ഇത് വാമൊഴി വാക്കുകളാലോ പ്രവചന ശബ്ദങ്ങളിലൂടെയോ ലോഗോസ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തിൽ നിന്നോ നൽകപ്പെടുന്നു. ആമേൻ, ഹല്ലേലൂയ. രണ്ടാമതായി, ഇത് എന്തുകൊണ്ട് നൽകപ്പെടുന്നു എന്ന് ചിന്തിക്കാം. ഇത് ദൈവിക വാഗ്ദത്വങ്ങളുടെ നിവൃത്തീകരണങ്ങൾക്കായും ദൈവജനത്തിന്റെ ആത്മീക ഭൗതിക ഉയർച്ചകൾക്കായും സഭാസ്ഥാപനത്തിനുമായുമെല്ലാമാണ് നൽകപ്പെടുന്നത്. ഒരു വ്യക്തിക്ക് തന്റെ പ്രത്യേക സാഹചര്യത്തെ വിജയകരമായി അഭിമുഖീകരിക്കുന്നതിനോ അതിജീവിക്കുന്നതിനോ ആയുള്ള ധൈര്യവും ദൃഢനിശ്ചയവും പ്രദാനം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ശബ്ദങ്ങൾ ലക്ഷ്യമാക്കിയിരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതികൾ വളരെ അത്ഭുതകരമായി വിജയകരമായി നിറവേറ്റപ്പെടുകയും ചെയ്യുന്നു. ആമേൻ, ഹല്ലേലൂയ. അബ്രഹാമിന്റെ ഭാര്യയായ സാറയെ കുറിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 9 മുതൽ 15 വരെയുള്ള വചനങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. അബ്രഹാമും സാറായും അന്യദേശത്ത് കൂടാരങ്ങളിൽ വസിച്ചിരുന്നപ്പോൾ അവരുടെ അടുക്കൽ വരുന്ന പരിചിതരെ അവർ ഒരിക്കലും നിരസിച്ചിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം അവർ സ്വർഗത്തിലെ ദൂതന്മാരെ മനുഷ്യരായി സ്വീകരിച്ച് അവർക്ക് ഭക്ഷണം നൽകി. ഭക്ഷണം കഴിച്ചതിന് ശേഷം ദൈവത്തിന്റെ ദൂതൻ അബ്രഹാമിനെയും സാറായെയും അനുഗ്രഹിച്ചു പറഞ്ഞു, ഞാൻ വസന്തകാലത്ത് തീർച്ചയായും നിങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വരും. അപ്പോൾ നിങ്ങളുടെ ഭാര്യ സാറ ഒരു മകനെ പ്രസവിക്കും. കൂടാരവാതിൽക്കൽ അബ്രഹാമിന്റെ പിന്നിൽ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന സാറ അപരിചിതരായ അതിഥികളിൽ നിന്നുള്ള അനുഗ്രഹവാക്കുകൾ കേട്ടപ്പോൾ അവൾ ഒരു വൃദ്ധയായതിനാൽ ചിരിച്ചുപോയി. 100 വയസ്സായ തന്റെ ഭർത്താവിന്റെ ശരീരത്തിന്റെ നിർജീവാവസ്ഥയും വാർദ്ധക്യത്തിൽ ഒരു കുട്ടി ജനിക്കുവാനുള്ള എല്ലാ സാധ്യതയും അവസാനിച്ചു പോയ തന്റെ ശരീരത്തിന്റെ അസാധ്യതയും ഓർത്താണ് അവൾ ചിരിച്ചുപോയത്. മറ്റ് എല്ലാ കാര്യങ്ങൾക്കുമായി ദൈവത്തിൽ സാധാരണമായി വിശ്വസിച്ചിരുന്ന സാറായ്ക്ക് മൃതപ്രായമായി തീർന്ന തന്റെ ശരീരത്തിൽ ഒരു കുഞ്ഞു ജനിക്കും എന്നത് അല്പം പോലും വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ അവരുടെ ആതിഥേയത്വം സ്വീകരിച്ച ദൈവപുരുഷന്മാരിൽ ഒരാൾ അവരോട് ഇപ്രകാരം പറഞ്ഞു, വൃദ്ധയായ ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞ സാറ ചിരിച്ചത് എന്ത്? യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? 1 ആണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. സാറായ്ക്ക് ഒരു മകൻ ഉണ്ടാകും എന്ന് പറഞ്ഞു. ഈ ശബ്ദ തരംഗങ്ങൾ അവളുടെ സാഹചര്യങ്ങളിലെ സത്യസന്ധമായ സകല അസാധ്യതകളെയും ഭേദിച്ചുകൊണ്ട് ആത്മാവിലേക്ക് ഇറങ്ങിപ്പോയ ഒരു ദൈവശബ്ദമായി അവൾ കേട്ടു. മനുഷ്യന്റെ ചിന്തകൾക്കും നിരൂപണങ്ങൾക്കും അപ്പുറത്തെ ഒന്നുമില്ലായ്മയിൽ നിന്ന് സർവവും സൃഷ്ടിച്ച ദൈവത്തിന്റെ ശബ്ദം അവളുടെ ജീവിതത്തിലെ അവിശ്വാസത്തിന്റെയും നിരാശയുടെയും സുദൃഢമായ പർവ്വതങ്ങളെ തകർത്തുകൊണ്ട് വിശ്വാസത്തിന്റെ ആശയുടെ പുതിയ ചക്രവാളങ്ങൾ ഉയർത്തി. ദൈവം സാറായോട് സംസാരിച്ചപ്പോൾ അവളുടെ ജീവിതത്തിലെ അവിശ്വാസത്തിന്റെയും ശരീരത്തിന്റെ നിർജീവവും നിരാശജനകവുമായ അവസ്ഥകൾക്ക് മുകളിൽ അവൾ അവളുടെ കണ്ണുകളെ ഉയർത്തി സൃഷ്ടാവാം ദൈവത്തോട് ചോദിച്ചു, കർത്താവിന് കഴിയാത്ത എന്തെങ്കിലും ഉണ്ടോ? അത്യുന്നതനും സൃഷ്ടാവുമായ ദൈവത്തിന് എല്ലാം സാധ്യമാണെന്ന് അവൾ അപ്പോൾ വിശ്വസിച്ചു. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണെന്നുള്ള ഒരു അസാധാരണ വിശ്വാസം അവളിൽ ഉളവായി.
അങ്ങനെ വൃദ്ധയായിരുന്നിട്ടും സാറ ഗർഭം ധരിക്കുവാനുള്ള ശക്തി നേടി. ആമേൻ, ഹല്ലേലൂയ. അന്ന് ആ ശബ്ദ തരംഗങ്ങളിലൂടെ ദൈവവുമായി അവൾക്കൊരു എൻകൗണ്ടർ ഉണ്ടായി, ഒരു കൂടിക്കാഴ്ചയുണ്ടായി. അങ്ങനെ സാറായുടെ വിശ്വാസം പുനഃസ്ഥാപിക്കപ്പെട്ടു. അങ്ങനെ അവളുടെ സാധാരണ വിശ്വാസം അസാധാരണ വിശ്വാസമായി രൂപാന്തരപ്പെട്ടു. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൽ നിന്ന് സാറായിലൂടെ നിവർത്തീകരിക്കപ്പെടേണ്ടതായി ഉണ്ടായിരുന്ന അബ്രഹാമിന് നൽകിയ വാഗ്ദത്ത വചനം നിവർത്തിക്കപ്പെടുവാൻ തടസ്സമായി നിന്നിരുന്ന അവളുടെ അവിശ്വാസം നീങ്ങിപ്പോയി. ആമേൻ. അങ്ങനെ അവൾ അബ്രഹാമിന്റെ വാർദ്ധക്യത്തിൽ ദൈവത്താൽ നിശ്ചയിക്കപ്പെട്ടിരുന്ന സമയത്ത് തന്റെ പൂർണ്ണ വൃദ്ധാവസ്ഥയിൽ ഒരു മകനെ പ്രസവിച്ചു. ആമേൻ. സാറ പ്രസവിച്ച മകന് അബ്രഹാം ഇസഹാക്ക് എന്ന് പേരിട്ടു. ആമേൻ, ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ പ്രാണനിലും ശരീരത്തിലും ആത്മാവിലും ജീവൻ, ശക്തി, വിശ്വാസം എന്നിവ നൽകുന്ന റീമ ആണിത്. ദൈവം നിശ്ചയിക്കുന്ന കാര്യങ്ങൾ കൃത്യസമയത്ത് നിറവേറ്റുന്നതിനായി ഇത് ദൈവമായ കർത്താവിനാൽ മുൻ നിർണയിക്കപ്പെട്ടവർക്കായും തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായും നൽകപ്പെടുന്നു. ആമേൻ, ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1:37 ഗബ്രിയേൽ സ്വർഗദൂതൻ മറിയയോട് പറഞ്ഞു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ആ ഒരു സെന്റൻസിലൂടെ മറിയ ഒരു അസാധാരണ വിശ്വാസത്തിൽ എത്തിച്ചേർന്ന സമയത്ത് തന്നെ അവളുടെ ജീവിതത്തിൽ യേശു വന്ന് വസിക്കുകയും അവൾ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളായി തീരുകയും ചെയ്തു. ആമേൻ, ഹല്ലേലൂയ. അത് അവളുടെ ജീവിതത്തോടൊപ്പം ലോകത്തിലെ സകല വംശങ്ങളിലെയും ഗോത്രങ്ങളിലെയും ഭാഷകളിലെയും ജനതകളുടെ ജീവിതഗതിയെ മാറ്റിക്കളയുന്നതിനോടൊപ്പം ഇന്ന് നമ്മുടെ ജീവിതങ്ങളെയും സമ്പൂർണമായി മാറ്റിയിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11:43 ലാസറിന്റെ കല്ലറയ്ക്കൽ നിന്ന് യേശു കർത്താവ് ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. യേശു കർത്താവിന്റെ ആ ശബ്ദത്തിൽ മരിച്ച് 4 നാളായ ലാസറിന്റെ ജീവൻ തിരിച്ചു വന്നു. അവൻ ഉയർത്തെഴുന്നേറ്റു. ആമേൻ, ഹല്ലേലൂയ. പിന്നെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9 അതിന്റെ 5 ക്രിസ്തു സഭയെ ഉപദ്രവിച്ചിരുന്ന ശൗൽ താൻ കേട്ട ദിവ്യ ശബ്ദത്തിനുടമയെ അന്വേഷിച്ച്, നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചതിന് യേശു കർത്താവ് അവനോട് പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. ഈ ശബ്ദം എപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാവിലേക്ക് ഇറങ്ങി വന്നുവോ അപ്പോൾ തന്നെ ശൗൽ ആത്മികമായി വീണ്ടും ജനനം പ്രാപിച്ച് പുതിയ സൃഷ്ടിയായി തീർന്നു. ആമേൻ. ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതിനേക്കാൾ അസാധ്യമാണ് ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതെങ്കിലും ദൈവത്തിന് സകലവും സാധ്യം എന്ന് യേശു മത്തായി എഴുതിയ സുവിശേഷം 19:26, മാർക്കോസ് എഴുതിയ സുവിശേഷം 10:25 മുതൽ 27 വരെ എന്നീ വചനങ്ങളിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, നൂറ്റാണ്ടുകളിലൂടെ അന്ധകാരത്തിന്റെയും മരണനിഴലിന്റെ താഴ്വരയിലും ഭയത്തിന്റെയും പാപത്തിന്റെയും അസാധ്യതകളുടെയും മധ്യത്തിലായിരുന്ന അനേകം ജീവിതങ്ങളിലേക്ക് ദൈവത്തിന്റെ വാഗ്ദത്ത വചനങ്ങൾ സമാധാനവും സന്തോഷകരവുമായ ഒരു അനുഭവമായി, ഒരു അത്ഭുത പ്രകാശമായി ഇറങ്ങി വരികയും ദൈവിക പദ്ധതികൾക്കായി അവരുടെ ജീവിതഗതിയെ നിയന്ത്രിക്കുകയും ചെയ്തു വരുന്നു. ആമേൻ, ഹല്ലേലൂയ. ഈ റേമാ ശബ്ദം ഒരു നാൾ എന്റെ ആത്മാവിലേക്കും ഇറങ്ങി വന്നു. എങ്ങനെയെന്നാൽ 28 വർഷങ്ങൾക്ക് മുൻപ് ഒരു വിദൂര ഭാഷാ സംസ്കാരത്തിലേക്ക് സുവിശേഷം അറിയിക്കുവാനായി യേശു കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഞങ്ങൾ ആ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ എന്റെ തീരുമാനവും വിശ്വാസവും ശക്തമായിരുന്നുവെങ്കിലും കുറേശ്ശെ ഭയവും തോന്നുന്നുണ്ടായിരുന്നു. ആയതിനാൽ അന്ന് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിക്കുന്നതിന്റെ ആ ലാസ്റ്റ് സൺഡേയിൽ ഞാൻ അല്പം ആശ്വാസത്തിനായി എന്റെ മാതൃസഭയിലെത്തി. ആരാധനയ്ക്ക് ശേഷം പുരോഹിതൻ എനിക്കായി പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, ഈ സ്ഥലത്ത് പല ദേശങ്ങളിലും ചില കല്ലറകൾ കാണുവാൻ കഴിയും. അത് ഇവിടെ സുവിശേഷം അറിയിക്കുവാൻ വന്നിട്ട് സ്വന്തം ദേശത്തിലേക്ക് തിരികെ പോകുവാൻ സാധിക്കാതെ ആയിപ്പോയ മിഷണറിമാരുടേതാണ്. അവരുടെ കുഞ്ഞുങ്ങൾ കിഡ്നാപ്പും ചെയ്യപ്പെട്ടിരിക്കാം. ഇതുമെല്ലാം നീ അറിഞ്ഞിരിക്കണം. ആ വാക്കുകൾ എന്നെ വീണ്ടും തളർത്തി ഭയം വർദ്ധിപ്പിച്ചു. പക്ഷെ പെട്ടെന്നാണ് എന്റെ സൺഡേ സ്കൂൾ ടീച്ചർ എന്റെ തോളിൽ അവരുടെ കൈകൾ വെച്ചത്. അവർക്ക് ഞാൻ ഒന്നും പറയാതെ തന്നെ എന്നെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അവർ എനിക്കായി പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, മത്തായി എഴുതിയ സുവിശേഷം 28:18 മുതൽ 20 വരെ വായിക്കൂ സുഷന്ത. ഞാൻ അനുസരിച്ചു. ആ ഭാഗം യേശു തന്റെ ശിഷ്യന്മാർക്ക് നൽകിയ ഒരു കൽപ്പനയും വാഗ്ദത്ത വചനവുമായിരുന്നു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്നരുളി ചെയ്തു. അപ്പോൾ ടീച്ചർ എന്നോട് ചോദിച്ചു,
കർത്താവ് ആരുടെ കൂടെ ഇരിക്കാമെന്നാണ് പറഞ്ഞത്. ഞാൻ നിശബ്ദമായിരുന്നതിനാൽ രണ്ടാമതും എന്നോട് വായിക്കുവാൻ പറഞ്ഞു. ഞാൻ വായിച്ചു. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അമേൻ, ഹല്ലേലൂയ. ഈ ശബ്ദങ്ങൾ ആ നിമിഷത്തിൽ എന്റെ ഹൃദയത്തിലേക്കും പിന്നെ ആത്മാവിലേക്കും അസാധാരണ വിശ്വാസമായി, ദൈവിക വാഗ്ദത്തമായി, ഒരു അത്ഭുത പ്രകാശമായി, ദൈവിക പ്രകാശനമായി ഇറങ്ങി വരികയായിരുന്നു. അനേകം പ്രാവശ്യം കേൾക്കുകയും വായിക്കുകയും ചെയ്തിട്ടുള്ള ദൈവവചനം അത് അന്ന് രേമയായി എന്റെ ആത്മാവിൽ സ്വീകരിക്കപ്പെടുകയായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. പിന്നെ ഇന്നിപ്പോൾ അനേകം വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. കർത്താവ് വാക്ക് മാറിയിട്ടില്ല, കൂടെ ഇരിക്കാതെയും ഇരുന്നിട്ടില്ല, പിന്നെ ഇനി കൂടെ ഉണ്ടാകുകയില്ല എന്ന് ചിന്തിക്കുവാനൊട്ട് സാധിക്കുകയുമില്ല. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ ഈ വാക്കുകൾ ഇന്നിപ്പോൾ വലുതും വിലമതിക്കാനാകാത്തതും ആർക്കും നഷ്ടപ്പെടുത്തുവാൻ കഴിയാത്തതും ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യുവാൻ സാധ്യതയില്ലാത്തതുമായ ഒരു അത്ഭുത സമ്പത്തായും ഒരിക്കലും വറ്റിപ്പോകാത്തതുമായ ഒരു നീരുറവയായും നിറഞ്ഞു നിൽക്കുന്നു. എല്ലാ മഹത്വവും കർത്താവിന് നൽകുന്നു. ആമേൻ, ഹല്ലേലൂയ. മൂന്നാമതായി, എപ്രകാരം നമുക്ക് ഈ വാഗ്ദത്തം സ്വന്തമാക്കാമെന്ന് ചിന്തിക്കാം. സത്യത്തിൽ നാം ആഗ്രഹിക്കാതെ ആവശ്യപ്പെടാതെ ദൈവം ഈ ലോകത്തിൽ നമുക്കൊരു ജീവിതം നൽകിയെങ്കിൽ നിശ്ചയമായും 100% സത്യമായ ഒരു സംഗതിയാണ്. അത് ദൈവിക പദ്ധതിയുടെ ഒരു ഭാഗം തന്നെയാണ് എന്നുള്ളത്. എന്നാൽ എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആ പദ്ധതി എന്തായിരിക്കും? എന്നെ ഈ ലോകത്തിലേക്ക്, ഈ കുടുംബത്തിലേക്ക്, ഈ ദേശത്തിലേക്ക് അയച്ചിരിക്കുന്ന ദൈവത്തിന്റെ ഉദ്ദേശം എന്തായിരിക്കും എന്ന് നാം ചിന്തിച്ചു തുടങ്ങുമ്പോൾ തന്നെ നിശ്ചയമായും യേശു കർത്താവ് ആ കാര്യം നമ്മിലേക്ക് വിവിധ മുഖാന്തരങ്ങളിലൂടെ എത്തിക്കുവാൻ ആരംഭിക്കും. അത് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുകയും ചെയ്യും. ആ ദൈവിക പദ്ധതിയുടെ നിവർത്തീകരണത്തിനായി നമുക്ക് അസാധാരണ വിശ്വാസവും പരിശുദ്ധാത്മാവും കൃപാവരങ്ങളും നൽകി മുന്നോട്ട് നയിക്കുകയും ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46:11 ഞാൻ പ്രസ്താവിച്ചിരിക്കുന്നു, ഞാൻ നിവർത്തിക്കും, ഞാൻ നിരൂപിച്ചിരിക്കുന്നു, അത് അനുഷ്ഠിക്കും എന്നും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55:11 എന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും, അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. സത്യത്തിൽ നാം നമ്മുടെ കണ്ണുകൾ, ഹൃദയം നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്നും, അസാധ്യതകളിൽ നിന്നും, ഭയത്തിൽ നിന്നും, പരിമിതികളിൽ നിന്നും, പരാജയങ്ങളിൽ നിന്നും ഉയർത്തി ജീവനുള്ള ദൈവത്തിൽ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നു. സർവശക്തനും സൃഷ്ടാവുമായ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന അത്ഭുത സത്യം ദൈവത്തിന്റെ വാഗ്ദത്ത വചനങ്ങളിലൂടെ ആത്മാവിൽ കണക്ട് ചെയ്യപ്പെടുമ്പോൾ ദൈവത്തെ നേരിൽ കാണുന്നു എന്ന അനുഭവം ഉണ്ടാവുകയും വിശ്വാസം പുതുക്കപ്പെടുകയും പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് ഒരു അസാധാരണ വിശ്വാസമായി നമ്മുടെ ജീവിതങ്ങളിൽ ഇറങ്ങി വരുമ്പോൾ പ്രശ്നങ്ങളും സംഘർഷങ്ങളും നിരാശകളും പരാജയങ്ങളും ആ ശബ്ദത്തിലൂടെ മാഞ്ഞു പോവുകയും നമ്മിലൂടെയുള്ള ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറ്റപ്പെടുകയും ചെയ്യുന്നു. ആമേൻ. ശൂന്യതയിൽ നിന്നും സർവവും സൃഷ്ടിച്ച് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവവചന ശബ്ദങ്ങളിലൂടെ അസാധാരണ വിശ്വാസം സ്വീകരിക്കുവാനായും ദൈവിക വാഗ്ദത്ത ശബ്ദങ്ങളിലൂടെ ദൈവത്തെ അറിയുവാനായും വിശ്വാസം പുനഃസ്ഥാപിക്കപ്പെടുവാനായും യേശു കർത്താവിന്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മെ വീണ്ടും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ആമേൻ.